ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ച ബിജെപി ഗവൺമെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഉളിക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കെപിസിസി മെമ്പർ പി.സി. ഷാജി ഉദ്ഘാടനം ചെയ്തു. കെപിസിസി മെമ്പർ പി.സി. ഷാജി ഉദ്ഘാടനം ചെയ്തു. കെപിസിസി മെമ്പർ ചാക്കോ പാലക്കലോടി, ഡിസിസി ജനറൽ സെക്രട്ടറി ബേബി തൊലാനി, ഇരിക്കൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ.ജെ. ജോസഫ്, ഡിസിസി മെമ്പർ ദിലീപ് മാത്യു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് പി. ജോർജ്, കർഷക കോൺഗ്രസ് നേതാക്കളായ ടി.ഒ. മാത്യു, ജോസ് പൂമല തുടങ്ങിയവർ സംസാരിച്ചു. ഉളിക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടോമി ജോസഫ് സ്വാഗതവും നുച്ചാട് മണ്ഡലം പ്രസിഡന്റ് കുര്യാക്കോസ് മണിപ്പാടം നന്ദിയും പറഞ്ഞു. ഛത്തീസ്ഗഡ് ഗവൺമെന്റ്, ബിജെപിയുടെ ഗവൺമെന്റ് കള്ളക്കേസുണ്ടാക്കി രണ്ട് കന്യാസ്ത്രീകളെ തുറങ്ങളിലടച്ച ജനാധിപത്യ ഭാരതം ലജ്ജയോടുകൂടി തലതാഴ്ത്തി പിടിച്ചു നിൽക്കുന്ന ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ രാജ്യത്തുടനീളം അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ മറ്റൊലി ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മറ്റ് ജനാധിപത്യ കക്ഷികളുടെയും നേതൃത്വത്തിൽ രാജ്യത്തെമ്പാടും അതിന്റെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മറ്റ് യു.പി.എ കക്ഷികളുടെയും എല്ലാം എംപിമാർ അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഛത്തീസ്ഗഡ് സന്ദർശിച്ചുകൊണ്ട് അവിടെ തുറങ്കലിൽ അടച്ചിട്ടുള്ള കന്യാസ്ത്രീകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ മോചനം എത്രയും വേഗത്തിൽ സ്വായത്തമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഛത്തീസ്ഗഡ് ഭരിക്കുന്ന ബിജെപിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തിനകത്ത് മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ആർഎസ്എസിന്റെ അജണ്ട നടപ്പാക്കുന്ന ഇന്ത്യ ഗവൺമെന്റും ബിജെപി ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിലെ ബിജെപി ഗവൺമെന്റ്. ഒരു കാരണവുമില്ലാതെ രണ്ട് കന്യാസ്ത്രീകൾ അവരുടെ സ്ഥാപനത്തിലേക്ക് തൊഴിലന്വേഷിച്ചു വന്ന രണ്ട് യുവതികളെയും കൊണ്ട് പൊതുഗതാഗത മാർഗത്തിൽ ബസ്സിൽ വന്ന് ട്രെയിനിൽ കയറി അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ വന്ന ബജരംഗദളിന്റെ പ്രവർത്തകന്മാർ അവരെ തടഞ്ഞുവെച്ച് അവരെ ഹറാസ് ചെയ്ത് ആ കന്യാസ്ത്രീകളെ, ആ സ്ത്രീകളെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അവരെ അപമാനിച്ചുകൊണ്ട് അത് മനുഷ്യക്കടത്താണെന്നും അത് മതമാറ്റത്തിനു വേണ്ടിയാണെന്നുമുള്ള കള്ളപ്രചരണം നടത്തിക്കൊണ്ടാണ് ആ രണ്ട് കന്യാസ്ത്രീകളെയും അവരോടൊപ്പം പോയിട്ടുള്ള യുവതികളെയും അവരുടെ ബന്ധുക്കളെയും അഴിക്കുള്ളിലാക്കുന്ന ഹീനമായ നിലപാട് ഛത്തീസ്ഗഡിലെ ബിജെപിയുടെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ആ യുവതികൾ പറഞ്ഞു, ഞങ്ങൾ വർഷങ്ങളായി ക്രിസ്തുമതനുയായികളാണ്, ഞങ്ങളെ ആരും മതം മാറ്റിയിട്ടില്ല, ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ജോലിക്ക് വേണ്ടിയാണ് ഈ കന്യാസ്ത്രീകളുടെ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇത് മനുഷ്യക്കടത്തല്ല, ഇത് മതം മാറ്റമല്ല, ഇതിന്റെ പേരിൽ നിങ്ങൾ ആക്ഷേപിക്കുന്ന യാതൊരു തെറ്റുകളും ഇവിടെ നടന്നിട്ടില്ല എന്ന് അവർ പറഞ്ഞതിന്റെ വീഡിയോ ഇന്ന് ലോകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിജെപിയുടെ ഇരട്ടത്തപ്പാണ് കാണുന്നത്. നമ്മൾ കേരളത്തിൽ അരമനകളിൽ വന്ന് ബിജെപിയുടെ നേതാക്കന്മാർ ക്രിസ്മസ് ദിനത്തിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും പിതാക്കന്മാരെ കണ്ട് അവർക്ക് കേക്ക് കൊടുത്ത് അവരെ വിഷ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ബിജെപി ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഡൽഹിയിൽ ക്രിസ്ത്യൻ ദേവാലയം സന്ദർശിച്ച് ക്രിസ്തുമത ന്യൂനപക്ഷങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുവെന്ന് പറയുന്ന ബിജെപിയുടെ ആളുകളാണ് ഇന്ത്യ രാജ്യത്തിനകത്ത് ന്യൂനപക്ഷ പീഡ തുടങ്ങുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ, ഇതര ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ സംരക്ഷണം ഭരണഘടനാപരമായി എഴുതിവെച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം ഭാരതം. ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് മേലെ ആര് കടന്നുകയറ്റം നടത്തിയാലും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ മുദ്രാവാക്യത്തിൽ പറഞ്ഞതുപോലെ നമ്മളൊക്കെ മരിച്ചു വീഴുന്നതുവരെ ഈ രാജ്യത്തിനകത്ത് മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും.
ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം 25% മുതൽ 75% വരെ ഡിസ്കൗണ്ട്. ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ. കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ. ജെൻസ് ടീഷർട്ട് 3 എണ്ണം 299 രൂപ മാത്രം. ബോയ്സ് ടീഷർട്ട് 3 എണ്ണം 299 രൂപ. ക്രോപ്പ് ടോപ്പ് 3 പീസ് 399 രൂപ. ഗേൾസ് ടീഷർട്ട് 3 എണ്ണം 299 മാത്രം. ലേഡീസ് പല്ലാസോ 3 എണ്ണം 299 രൂപ. ബ്ലാങ്കറ്റ് 3 പീസ് 299 രൂപ. ഫാമിലി ബെഡ്ഷീറ്റ് 3 പീസ് പ്ലസ് 6 പില്ലോ കവർ 499 രൂപ. ലേഡീസ് കുർത്തീസ് 199 രൂപ മാത്രം. ലേഡീസ് 2 പീസ് സെറ്റ് 299 രൂപ. ചുരിദാറുകൾ 399 രൂപ. നൈറ്റികൾ 149 രൂപ. ബോയ്സ് ഷോർട്ട് 39 രൂപ. ഗേൾസ് കോട്ട് സെറ്റ് 199 രൂപ. ഷിഫോൺ ആൻഡ് കോട്ടൺ സാരികൾ 199 രൂപ മാത്രം. ഫാൻസി സാരികൾ 299 രൂപ. ധോത്തികൾ 199 രൂപ മാത്രം. കാഷ്വൽ ഷർട്ടുകൾ 199 രൂപ. ട്രാക്ക് പാന്റുകൾ 149 രൂപ. കൂടാതെ മറ്റനേകം കോംബോ ഓഫറുകളും. ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.